വയനാട് പടമലയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ മകളെ ആക്ഷേപിച്ച് CPM നേതാവ് പുൽപ്പള്ളി സുരഭി കവല വെസ്റ്റ് ബ്രാഞ്ച് സെക്രട്ടറി ജോബി ജോർജാണ് ഫേസ്ബുക്കിലൂടെ അധിക്ഷേപിച്ചിരിക്കുന്നത്. അജീഷിന്റെ മരണത്തെ പരിഹസിച്ച് മകളെ അസഭ്യം വിളിച്ചുമാണ് ജോബി ജോർജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. KJ ശ്രീജിത്ത് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്രീജിത്ത്, കേട്ടാൽ അറപ്പുളവാക്കുന്ന രീതിയിലാണ്, വായിച്ചാൽ ഒരിക്കലും വായിക്കാൻ നേരെ കഴിയാൻ പോലും പറ്റാത്ത രീതിയിലാണ് ഈ CPM നേതാവിന്റെ കോമന്റ്. തീർച്ചയായും അനു, ഫെബ്രുവരി 10-ാം തീയതിയായിരുന്നു കാട്ടാനയുടെ ആക്രമണത്തിൽ പടമല സ്വദേശിയായ അജീഷ് കൊല്ലപ്പെട്ടത്. നിലവിൽ ഈ അജീഷിന്റെ മകൾക്കെതിരെയാണ് ഈ അധിക്ഷേപിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റുമായി CPM-ന്റെ പ്രാദേശിക നേതാവ് രംഗത്ത് വന്നിരിക്കുന്നത്. സുരഭിക്കവല പുൽപ്പള്ളിയിലെ സുരഭിക്കവല വെസ്റ്റിലെ ബ്രാഞ്ച് സെക്രട്ടറിയാണ് നിലവിൽ. ഇയാൾ ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയാണ്. ഇയാളാണ് നിലവിൽ ഇത്തരത്തിൽ ഈ മോളെ അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു പോസ്റ്റുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഈ പോസ്റ്റ് ഇങ്ങനെയാണ്: ഈ നശിച്ച അതിനുശേഷം ഒരു തെറിയാണ്: ഈ കൊച്ചിനെ ഇതുപോലെ കേന്ദ്രത്തിൽ നിന്നും വരുന്ന വേട്ടാവളിയനോട് പറയാൻ കഴിയുമോ? നിലവിൽ തന്ത ചത്തത് നന്നായി എന്ന രീതിയിലാണ് ഇത്തരത്തിലുള്ള പോസ്റ്റ്. ഇത് ഈ 3 ദിവസം മുൻപ് ഇത്തരത്തിൽ മന്ത്രിസംഘം വയനാട്ടിൽ സന്ദർശനം നടത്തിയിരുന്നു. ഈ കുട്ടിയുടെ വീട്ടിലെത്തിയിരുന്നു. അങ്ങനെ ഈ കുട്ടി മന്ത്രിസംഘത്തോട് പരാതി പറയുന്നു. അതിൻ്റെ ഒരു വീഡിയോ ഈ ന്യൂസിൽ പ്രചരിക്കുന്നതിൻ്റെ, ഫേസ്ബുക്കിൽ പ്രചരിക്കുന്നതിന് താഴെയാണ് നിലവിൽ ഇത്തരത്തിലുള്ള ജോബി ജോർജ് എന്ന CPM-ന്റെ പ്രാദേശിക നേതാവ് ഇത്തരത്തിൽ കുട്ടിയെ അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു കമൻറ്റുമായി എത്തിയിരിക്കുന്നത്. എന്തായാലും ഇത് സഖാക്കളുടെ സ്ഥിരം പരിപാടിയാണ്. പക്ഷേ ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണങ്ങളും അധിക്ഷേപവും ഉണ്ടായതിൻ്റെ ഫലമായി വയനാട്ടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇത്തരത്തിൽ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. എന്തായാലും ചില സംഘടനകൾ ഇയാൾക്കെതിരെ പോലീസിൽ പരാതി നൽകാനുള്ള ഒരുക്കത്തിലാണ്. എന്തായാലും നിലവിൽ മാപ്പ് ചോദിച്ച് ഫേസ്ബുക്കിൽ അല്പസമയത്തിനകം പോസ്റ്റ് ഇടുമെന്നാണ് ഇയാൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇത്രയും മോശമായ രീതിയിൽ ഈ കുട്ടിക്കെതിരെ അപമാനിക്കുന്ന മാപ്പ് ഒരു രീതിയിലും പൊതുസമൂഹത്തിന് ഏറ്റെടുക്കാൻ കഴിയില്ലല്ലോ. ഈ മന്ത്രി തല സന്ദർശനം പോലും എത്രയധികം വിവാദം ഉണ്ടായിട്ടാണ്, എത്രയോ നാൾ കഴിഞ്ഞിട്ടാണ്. വയനാട് ജനതയ്ക്ക് മന്ത്രിസഭയുടെ ഭാഗത്തു നിന്നും തുടക്കത്തിൽ ഒരു രീതിയിലുള്ള ആശ്വാസമോ വാക്കുകളിലൂടെ അല്ലെങ്കിൽ സന്ദർശനത്തിലൂടെയോ പ്രവൃത്തിയിലൂടെയോ ലഭിച്ചിരുന്നില്ലല്ലോ. ഗവർണർ ഉൾപ്പെടെയുള്ളവർ നേരിട്ട് എത്തിയതിന് പിന്നാലെയുള്ള രാഷ്ട്രീയ ആഘാതം, ഒരുപക്ഷെ ജനങ്ങളുടെ പ്രതിഷേധം എല്ലാം കണക്കിലെടുത്തല്ലേ പിന്നീട് ഒറ്റയ്ക്കൊറ്റയ്ക്ക് പോകാൻ പോലും മടിച്ച മന്ത്രി തല സംഘം തന്നെ അവിടേക്ക് പാഞ്ഞെത്തിയത്. തീർച്ചയായും ഈ ഗവർണർ എത്തിയതിനു ശേഷം കേരളം ഈ വന്യജീവി ശല്യത്തെക്കുറിച്ച് പൂർണ്ണമായി ചർച്ച ചെയ്തിരുന്നു. ഇതിനെ തുടർന്നായിരുന്നു ഇത്തരത്തിലുള്ള ഒരു മന്ത്രിതല 3-അംഗ സംഘം ഈ വീട്ടിലെത്തിയതിന് പിന്നാലെയായിരുന്നു ഈ കുട്ടിയെ ബന്ധുക്കളെ സന്ദർശിച്ചത്. അപ്പോഴാണ് ഈ പെൺകുട്ടി ചോദിച്ചത്, 12 ദിവസമായിട്ട് ഈ കാട്ടാനയെ പിടികൂടാൻ കഴിഞ്ഞില്ല, ഇനി വോട്ട് ചോദിച്ച് എൻ്റെ വീട്ടിലേക്ക് വരണ്ടെന്ന തരത്തിലുള്ള വിമർശനം ഉന്നയിക്കുന്നു. ഇതായിരുന്നു ഫേസ്ബുക്കിൽ ഒരു ചാനൽ, സ്വകാര്യ ചാനൽ വാർത്തയായി നൽകിയിരുന്നു. ഈ വാർത്തയ്ക്ക് താഴെയാണ് ഇത്തരത്തിലുള്ള മോശമായ ഒരു കമന്റ് ഇത്തരത്തിൽ ഈ CPM-ന്റെ പ്രാദേശിക നേതാവായ ജോബി ജോർജ് ഇട്ടിരിക്കുന്നത്. തന്ത ചത്തത് നന്നായി എന്നാണ് നിലവിൽ ഇത്തരത്തിലുള്ള കമന്റിലൂടെ ഇയാൾ അർത്ഥമാക്കുന്നത്. എന്തായാലും വലിയ വിമർശനമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അനു, ശരി, KJ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.